ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് പപ്പായ കൊണ്ടൊരു സംഭവം. പപ്പായ നിങ്ങൾ കാണുന്നുണ്ടോ? സ്ക്രീനിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ പപ്പായ കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പപ്പായ ഉള്ളിൽ കഴിക്കാൻ മാത്രമല്ല പുറമേയും നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും വളരെ ഒരു സംഭവമാണ്. നമ്മൾ പപ്പായ കൊണ്ടുള്ള വീഡിയോസൊക്കെ വീട്ടിൽ ഇട്ടിപ്പൊക്കെ നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം വീണ്ടും നമ്മൾ പപ്പായ കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയത്. അപ്പം നമുക്ക് മുഖത്തിന് നല്ല സൗന്ദര്യം വരാനായാലും ഉള്ളിൽ കഴിക്കാനായാലും ബോഡി മൊത്തം നല്ല സൂപ്പർ വെളുത്ത് നല്ല പാല് പോലെ ആവാനും ഏറ്റവും ബെസ്റ്റ് ഒരു സംഭവമാണ് പപ്പായ കേട്ടോ. അപ്പം ഞാൻ പപ്പായ കൊണ്ടുവന്ന് ഒരു അടിപൊളി പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവും എല്ലാം കളഞ്ഞതിന് ശേഷം ഞാനിതിപ്പം കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടാണ് വന്നത്. കുരുവൊക്കെ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അതേപടിക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് പറക്കി എടുത്തിട്ട് നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ നിങ്ങളെ മടുപ്പില്ലാത്ത രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്. കാണുന്നവർക്ക് ബോറടി തോന്നരുത്. നമ്മൾ എത്രയൊക്കെ വീഡിയോ ചുരുക്കി ചെയ്താലും കാണുന്ന നിങ്ങൾ കാണുന്നില്ല, അത് തന്നെയാണ് സത്യം. ഞാൻ പപ്പായ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് വന്നു കേട്ടോ. കുറച്ചായതുകൊണ്ട് നല്ല അരഞ്ഞൊന്നുമില്ല. അപ്പം ഞാൻ ഇച്ചിരി കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് പപ്പായയുടെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പപ്പായയുടെ ഇതും കടലമാവും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചായതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചാലും അറിയില്ല. അവിടെ ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, പീസ് കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. നമ്മളെങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മളെങ്ങനെയൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചാലും നിങ്ങൾക്കൊന്നും നമ്മുടെ ഒന്നും വീഡിയോ കാണാൻ താല്പര്യമില്ല. നമ്മളെങ്ങനെയൊക്കെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തിച്ചാലും ഒരു മടുപ്പില്ലാത്ത രീതിയിലാണ് നിങ്ങൾ കൂടുതൽ വളവള സംസാരിച്ച് നിങ്ങളെ വെറുപ്പിക്കാത്ത രീതിയിലാണ് നമ്മൾ വീഡിയോ എത്തിക്കുന്നത്. എന്നാലും നമ്മളെ വീഡിയോ ഒന്നും കാണാൻ ആർക്കും താല്പര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പം ഞാൻ തക്കാളിയല്ലല്ലോ, എപ്പോഴും തക്കാളിയും എൻ്റെ ഓർമ്മ തന്നെ. അപ്പോൾ നമ്മൾ 2 ദിവസത്തിന് മുന്നേ തക്കാളിയുടെ ഒരു കാപ്പിപ്പൊടിയും വെച്ചുള്ളൊരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്ത് നമ്മുടെ ഫേസിലിട്ടാലും ഒക്കെ ഗുണം ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പപ്പായയുടെ പേസ്റ്റും കടലമാവും കൂടെയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുഖത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏത് പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകുക കേട്ടോ. നമ്മൾ പാല് കൊണ്ടുള്ള ഒരു ക്ലീനപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്, മുഖമൊക്കെ ക്ലീനാക്കുന്നത്. അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ മുഖത്തിടുന്നത് കാണാം. നന്നായി കഴുകി വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ പാക്കെല്ലാം കാണാമോ. പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. പ്രതീക്ഷിച്ചിരിക്കാത്ത മഴയായിരുന്നു. മനുഷ്യ മനസ്സും പ്രകൃതിയും ഇതുപോലെയാണ് കേട്ടോ. മനുഷ്യ മനസ്സും പ്രകൃതിയും ഒന്നുപോലെയാണ്. മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴാ മാറിയിടുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല. അതുപോലെയാണ് പ്രകൃതി. കടലമാവും പപ്പായയും പപ്പായ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇടയ്ക്കെങ്കിലുമൊക്കെ പപ്പായകൾ നിങ്ങളും കഴിക്കുക. നമ്മൾ എന്നും കഴിക്കത്തില്ല, എന്നാലും മാസത്തിൽ ഒരു വട്ടമെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുക. ഒരു പപ്പായൊക്കെ വാങ്ങിച്ച് ഞാൻ മാത്രമാണ് കഴിക്കണമെങ്കിൽ ഇവിടെ എൻ്റെ ഇളയ മോൻ അതിലൊന്നും താല്പര്യമുള്ള കൂട്ടത്തിലല്ല. ചേട്ടനും കഴിച്ചാലായില്ലെങ്കില്ല. ഞാൻ തന്നെ അത് 2-3 ദിവസമായിട്ട് കഴിക്കും.
അപ്പം നമ്മൾ വീഡിയോ ഒന്നും മാക്സിമം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. ഒരു 4-5 മിനിറ്റോളം വീഡിയോ ആയിക്കോട്ടെ. വീഡിയോ ഇനിയിപ്പോൾ 8 മിനിറ്റും 10 മിനിറ്റും ആയതുകൊണ്ടാണോ എന്താ ആൾക്കാർ കാണാൻ മടിക്കണേന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ഒരു 4-5 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും. പിന്നെ എന്തായാലും ഞാൻ കഴുത്തിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുറേ ദിവസമായില്ല നമ്മുടെ തുടക്കലും പറക്കലും ഒക്കെ കണ്ടിട്ട്, കഴുകുന്നതൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. അപ്പോൾ ഇനി ഞാനിതെല്ലാം ഒന്ന് നന്നായി ഇട്ടതിന് ശേഷം നമുക്ക് കഴുകാൻ സമയത്ത് കാണാം കേട്ടോ. ബാക്കിയും കൂടെയൊക്കെ ഇടട്ടെ. വിശദമായിട്ട് ഇടുന്നത് കണ്ടുകൊണ്ടെന്നാലും നിങ്ങൾക്കൊരു മടുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ കഴുകി കളയാൻ സമയത്ത് കാണാം. പാക്കിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാക്കിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് വെള്ളം വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങൾ കിടന്ന് മസിൽ പിടിക്കണ്ട കേട്ടോ. വെറുതെ വെള്ളം വെച്ചൊന്ന് ജസ്റ്റ് കടലമാവായിട്ട് പെട്ടെന്ന് ഉണങ്ങി പിടിക്കും. വെള്ളം നനച്ച് ഇതുപോലെ ഒന്ന് മുഖത്ത് നന്നായിട്ടൊന്ന് നനവ് കൊടുത്ത് എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം ഫേസ് തുടച്ചെടുക്കുകയോ കഴുകുകയോ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഉണങ്ങിയ കടലമാവ് പെട്ടെന്ന് ഡ്രൈ ആവുന്നൊരു സംഭവമാണ്. കടാമ്പിടാന്ന് പറഞ്ഞാൽ അതിലും സ്കിന്നിൽ കിടന്ന് പിടിയും വലിയൊക്കെ വെച്ചാലുണ്ടല്ലോ നമ്മൾ ഈ ചെയ്യണ ഫലം പോലും കാണൂല. അപ്പോൾ എന്തായാലും ഞാനിനി ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ കണ്ടിട്ട് പറയുക. ഫേസ് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനെൻ്റെ ഫേസൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പറയുക. ഞാൻ പറഞ്ഞതോടെ പുറത്ത് മഴയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മുടെ ഫേസിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ പറയുക. ഇതുപോലെ അടുത്ത് ഒരു കുഞ്ഞു ടിപ്പുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.